മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മാനിഫെസ്റ്റേഷൻ പവർ എത്രയുണ്ടെന്ന്, അതായത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ എത്രയുണ്ടെന്ന് അറിയാനുള്ളൊരു ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ടെസ്റ്റ് വഴി നിങ്ങൾ ഇപ്പോൾ ഏത് ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷനിലാണെന്ന് അറിയാൻ പറ്റും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഇങ്ങനെ 4 തരം ലെവലുകളാണ് മാനിഫെസ്റ്റേഷനകത്തുള്ളത്. ലെവൽ 4 മാനിഫെസ്റ്റേഷനിലുള്ളവർക്ക് അവരാഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അവരാഗ്രഹിക്കുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ നേടിയെടുക്കുവാനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ അവർ അത്രയും ഹൈലി വൈബ്രേറ്റിംഗ് പേഴ്സൺ ആയിരിക്കും. ലെവൽ 3 എന്ന് പറയുമ്പം അതിൽ നിന്നും കുറച്ചുകൂടി താഴെയാണ്. ലെവൽ 2 അതിന് താഴെ, ലെവൽ 1 ഏറ്റവും താഴെ. ഈ ലെവൽ 1ലും ലെവൽ 2ലും ഉള്ളവർക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഉയർത്താനായിട്ട് ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതിലെ ഏത് ലെവലിലാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങളൊരു ബുക്കും പേന എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. അതായത് നമ്മളീ വെക്കുന്ന ആഗ്രഹം 48 അവേഴ്സിനുള്ളിലാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കേൾവി, അതായത് നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ശബ്ദം, അതെന്താണെന്ന് എഴുതി വെക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു ജീവി, അല്ലെങ്കിൽ ഒരു പക്ഷി, അല്ലെങ്കിൽ ഒരു ഫ്ലവർ, എന്തെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളുടെ സാഹചര്യമായിട്ട് ഇതെല്ലാം മാറും കേട്ടോ. നിങ്ങളുടെ വീട്ടിലിപ്പോൾ കോഴിയുണ്ട്, പക്ഷെ നിങ്ങളൊരു കോഴിയെ കാണണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനൊരു പോയിൻ്റ് ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരം കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരം കാണാത്തതായിട്ടുള്ള റെയർ ആയിട്ടുള്ളൊരു കാര്യം വേണം എഴുതാനായിട്ട്. ഇപ്പം ഒരു മഴയുടെ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൻബോ എഴുതാം. എപ്പോഴും റെയിൻബോ വരാറില്ല. അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഫെദർ ആയിരുന്നു ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ ഒരു തൂവൽ, അതിങ്ങനെ സത്യത്തിൽ അത് കാറ്റത്ത് ഇങ്ങനെ പറന്നെൻ്റെ അടുത്ത് വരികയും ചെയ്തു. അങ്ങനെ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതുക. അടുത്തതെന്ന് പറഞ്ഞാൽ മണം. നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രാഗ്രൻസ്, അല്ലെങ്കിൽ മണം, എന്തെങ്കിലും ഒരു സ്പ്രേയുടെ മണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവറിൻ്റെ മണം. അതിനകത്തും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവറിൻ്റെ മണമൊന്നും എഴുതരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ചീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ അല്ല ചെയ്യുന്നത്. വെച്ചാൽ നമുക്ക് എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഒരു റോസയുണ്ട്, നിങ്ങൾക്ക് റോസയുടെ മണം വേണം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു മാനിഫെസ്റ്റേഷൻ വരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസിലി ലഭിക്കാത്ത ഒരു മണം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞൊരു മണം നിങ്ങൾക്ക് വീണ്ടും അറിയണം എന്നുണ്ട്, അങ്ങനെയുള്ളത് എഴുതുക. അടുത്തതെന്ന് പറയുന്നത് രുചി, ടേസ്റ്റ്, അല്ലെങ്കിൽ ഭക്ഷണം. അതിനകത്ത് നിങ്ങൾ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ഭക്ഷണത്തിൻ്റെ പേര് എഴുതുക. അതായത് റെയറായിട്ട് കിട്ടുന്നതാണ്, അല്ല ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ളതൊന്നുമല്ല. നിങ്ങൾ എപ്പോഴും കഴിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ഭക്ഷണത്തിൻ്റെ പേര് എഴുതി വെക്കുക. എന്ന് വെച്ചാൽ ലോകത്തൊന്നും ഇല്ലാത്തതും എഴുതരുത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ അല്ലാത്തതും പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഭക്ഷണത്തിൻ്റെ പേര് എഴുതുക. അടുത്തതായിട്ട് മണി, അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിനകത്ത് എത്ര രൂപ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് എഴുതുക. അതായത് നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ കറൻസിയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിതൊരു ടെസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പം വലിയൊരു തുക നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിരിക്കണം വെക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡെയിലി സാലറി 1000 രൂപയാണെങ്കിൽ ഒരു 4 ഇരട്ടി എഴുതിക്കോ. 4000 രൂപ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എഴുതിക്കോ. അല്ലാണ്ട് 1 കോടി രൂപ, 5 കോടി രൂപ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോളോ അല്ലെങ്കിൽ ഒരു ഡിസയറോ അല്ല. 48 മണിക്കൂറിനുള്ളിൽ 1 കോടി രൂപ ലഭിക്കുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിളാണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി വേണം. നിങ്ങളുടെ ഒരു ലോട്ടറി ഉണ്ടായിരിക്കണം. ലോട്ടറി എടുത്തിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ലോട്ടറി അടിക്കാം. അങ്ങനെ ഒന്നുമില്ലാതെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോൾ വേണം. ഞാനെപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിനകത്തും ഞാൻ അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും പറയാറില്ല. പലരും ലോ ഓഫ് അട്രാക്ഷന് ഭയങ്കരമായിട്ട് ഹൈപ്പൊക്കെ കൊടുത്ത് വെറുതെ അവരുടെ വ്യൂവേഴ്സ് കൂട്ടുവാനായിട്ട് പല കാര്യങ്ങളും പറയും. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞു, ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലരും ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും 1 കോടി രൂപ എഴുതി മാനിഫെസ്റ്റ് ചെയ്യാൻ. പക്ഷേ നമ്മൾ കുറച്ച് ലോജിക്കും കൂടെ അപ്ലൈ ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോജിക്ക് അപ്ലൈ ചെയ്താൽ ഒരു മാജിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട മണി എഴുതുക. ഇതിത്ര എഴുതി സെറ്റാക്കിയെങ്കിൽ നിങ്ങളെ ആരും ശല്യം ചെയ്യാത്തൊരു ഏരിയയിൽ ഇരിക്കുക, ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് വേണം കേൾക്കാൻ. നിങ്ങളൊരു റിലാക്സ് ആയിട്ടിരിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇരിക്കുവാനാണ്. കാരണം കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അതിനേക്കാൾ നല്ലത് ഇരിക്കുക. അപ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേഷനിൽ ചെയ്യാം. നിങ്ങൾക്ക് ചമ്രം പണിഞ്ഞിരിക്കണമെങ്കിൽ ഇരിക്കാൻ, നമ്മൾ ധ്യാനിക്കാനിരിക്കുന്നത് പോലെ
അതല്ല തറയിലിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കട്ടിലിരിക്കാം, അല്ലെങ്കിൽ കസേരയിലിരിക്കാം. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അതിനുശേഷം ഈ പേപ്പറും ഈ എഴുതിയ പേപ്പർ നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചിരിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഒരു ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുമ്പം വളരെയധികം പതിയെ തന്നെ ശ്വാസം വലിച്ചെടുക്കുക. ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പം ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. അടുത്തതായി ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങൾ ഓരോ ഡീപ്പ് ബ്രീത്തിലും നിങ്ങൾ 100 ഇരട്ടി റിലാക്സ് ആവുന്നതായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ നിന്നും 100 ഇരട്ടിയായിട്ട് നിങ്ങൾ റിലാക്സ് ആവുന്നതാണ്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. നിങ്ങൾ വളരെയധികം റിലാക്സ് ആയിരിക്കുന്നതായിട്ട് ചിന്തിക്കുക. ഇനി നമുക്ക് ഡീപ്പറായിട്ട് റിലാക്സ് ആകുന്നതിനായിട്ട് ഓരോ മസിലുകൾ ഞാൻ പറയുമ്പോഴും നിങ്ങൾ ആ മസിലുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. നിങ്ങൾ റിലാക്സ് ആകുന്നതായിട്ട് ചിന്തിക്കുക. കാൽവിരലുകൾ, കാൽപ്പത്തി മോർ റിലാക്സ് ആകുന്നതായിട്ട് ചിന്തിക്കുക. ലോവർ ലെഗ്സ് റിലാക്സ് ആകുന്നു. കാൽമുട്ടുകൾ, കാലിൻ്റെ തൈസ് അല്ലെങ്കിൽ കാലിൻ്റെ തുടകൾ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങളുടെ അരക്കെട്ട് അല്ലെങ്കിൽ പെൽവിക് റീജിയൻ വളരെയധികം റിലാക്സ് ആകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ വയർ, നട്ടെല്ല് വളരെയധികം റിലാക്സ് ആകുന്നു. ഇനി മുകളിലേക്ക് പോകുമ്പോൾ അപ്പർ ബോഡി, ചെസ്റ്റ്, ബാക്ക് റീജിയൻ റിലാക്സ് ആകുന്നു. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങളുടെ ഷോൾഡർ മസിലുകൾ റിലാക്സ് ആകുന്നു. താഴേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൈകൾ, കൈവിരലുകൾ, കൈപ്പത്തികൾ വളരെയധികം റിലാക്സ് ആകുന്നു. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങളുടെ നെക്ക്, കഴുത്തിലെ മസിലുകൾ റിലാക്സ് ആകുന്നു. ഇനി മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ തല, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചുണ്ട്, നിങ്ങളുടെ കവിള്, നിങ്ങളുടെ ചെവികൾ എല്ലാം വളരെയധികം റിലാക്സ് ആകുന്നു. ഡീപ്പർ ആൻഡ് ഡീപ്പർ റിലാക്സിങ്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ഫുൾ ബോഡി വളരെയധികം റിലാക്സ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങളുടെ കണ്ണുകളുടെ മുന്നിൽ ഒരു വലിയ വൈറ്റ് സ്ക്രീൻ കാണുക. അതായത് ഒരു മൂവി സ്ക്രീൻ പോലെ. അതിലേക്ക് ഫോക്കസ് ചെയ്യുക. താങ്കൾ അടുത്ത 48 അവേഴ്സിനുള്ളിൽ കാണാൻ ആഗ്രഹിച്ച ആ ജീവി അല്ലെങ്കിൽ പക്ഷി, ആ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇമാജിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ആ വൈറ്റ് സ്ക്രീനിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് ഇത്തിരി ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആ ഇമേജ്, ആ ജീവിയുടെ അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ഇമേജ് വളരെയധികം വ്യക്തമായി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഞാനിനി 3 തൊട്ട് 1 വരെ എണ്ണുമ്പോൾ ആ ഇമേജ് 2 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഫോക്കസ് നൗ. ഇമാജിൻ. 3, 2, 1. അതാ ആ ജീവി അല്ലെങ്കിൽ ആ ഒരു സാധനം നിങ്ങളുടെ കൺമുന്നിൽ വളരെ ക്ലിയർ ആയിട്ട് എത്തിയിരിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ നിറം, ആകൃതി എല്ലാം അതിനെ ഫുൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തതിൽ വളരെയധികം ഹാപ്പിയാണ്. ഞാനിനി 3 മുതൽ 1 വരെ പറയുമ്പോൾ ഈ ഇമേജ് പതിയെ, ഇതിൽ നിന്നും ഫോക്കസ് നിങ്ങൾ പതിയെ പിൻവാങ്ങുക. ഈ ഇമേജ് പതിയെ അവ്യക്തമായിട്ട് മാഞ്ഞു പോകുന്നതാണ്. 3, 2, 1. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. അടുത്തതായിട്ട് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ചൊരു മണം, ആ മണം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരുന്നതായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ആ മണം മണക്കുവാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അതത്ര ക്ലിയർ അല്ല. പതിയെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആ മണം നിങ്ങളിലേക്ക് അടുത്തേക്ക് എത്തുന്നു. ഇനി ഞാൻ 3 മുതൽ 1 വരെ പറയുന്നതിനിടയ്ക്ക് നിങ്ങളുടെ ആ മണം നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കും. 3, 2, 1.
അതാ നിങ്ങൾക്ക് ആ മണം നല്ലതുപോലെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ആ മണം, ആ ഫ്രാഗ്രൻസിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഔട്ട്. ഇനി ഞാൻ 3, 2, 1 പറയുന്നത് സമയത്തിനുള്ളിൽ ഈ മണം പതിയെ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്നതാണ്. 3, 2, 1. അതാ ആ മണം നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. നിങ്ങൾ ഇനിയും നിങ്ങളുടെ വൈറ്റ് സ്ക്രീനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഔട്ട്. അടുത്തതായിട്ട് നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ച ശബ്ദം, ഒരു സോങ് ആവാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശബ്ദമോ, അത് നിങ്ങൾ പതിയെ കേൾക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾക്ക് വ്യക്തമല്ല, പക്ഷെ നിങ്ങൾക്കറിയാം ആ ഒരു സൗണ്ട് അവിടെ ഉണ്ടെന്ന്. ഞാനിനി 3, 2, 1 പറയുമ്പോഴത്തേക്ക് ആ സൗണ്ട് നിങ്ങളുടെ ചെവിയുടെ അടുത്തേക്ക് എത്തിയിരിക്കും. 3, 2, 1. അതാ നിങ്ങൾ ആഗ്രഹിച്ച ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു. അതൊരു പാട്ടാകാം അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദമാകാം. അത് നിങ്ങളുടെ തൊട്ടരികിൽ നിൽക്കുന്നു. ആ ഒരു വ്യക്തിയുടെ സൗണ്ടാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ തൊട്ടരികിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇനി ഞാൻ 3, 2, 1 പറയുമ്പോഴത്തേക്ക് ഈ സൗണ്ട് നിങ്ങളിൽ നിന്ന് പതിയെ പതിയെ അകന്നു പോകുന്നതാണ്. 3, 2, 1. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഔട്ട്, റിലാക്സ്. ഇനി നിങ്ങൾ ആ വൈറ്റ് സ്ക്രീനിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഭക്ഷണ സാധനം ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അവ്യക്തമാണ്. പക്ഷെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്തോറും അതിൻ്റെ ഇമേജ് വളരെ ക്ലിയറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭക്ഷണത്തിനെ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കതിൻ്റെ മണം ഫീൽ ചെയ്യുന്നുണ്ട്. ആ മണത്തിൻ്റെ ഫീൽ കൊണ്ട് തന്നെ നിങ്ങളുടെ വായിൽ വളരെയധികം ഉമിനീര്, നമുക്കറിയത്തില്ല, നമുക്ക് കൊതി വരുന്നു എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ട്. അത് കഴിക്കുവാനായിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിലുള്ളതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ 3, 2, 1 പറയുമ്പോൾ ആ ഭക്ഷണം നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തുന്നതായിരിക്കും. 3, 2, 1. ആ ഭക്ഷണം ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുണ്ട്. നിങ്ങൾക്കത് എടുത്ത് കഴിക്കുവാനായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞാനിനി 3, 2, 1 പറയുമ്പോൾ ആ ഇമേജ് പതിയെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്, മാഞ്ഞു പോകുന്നതാണ്. 3, 2, 1. അടുത്തതായിട്ട് ആ വൈറ്റ് സ്ക്രീനിൽ നിങ്ങൾ ആഗ്രഹിച്ചത്രയും പണം അവിടെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കും. നിങ്ങൾക്ക് വ്യക്തമല്ല, പക്ഷെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്തോറും അത് വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു, നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ 3, 2, 1 പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത്, അതായത് നിങ്ങളുടെ കൈകളുടെ അടുത്ത് അത് എത്തിയിരിക്കുന്നതായിരിക്കും. 3, 2, 1. അതാ ആ പണം നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആ പണം എണ്ണി നോക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളത് കൈകളിലെടുക്കുന്നു, നിങ്ങളത് എണ്ണി നോക്കുന്നു, നിങ്ങളതിനെ തൊട്ട് നോക്കുന്നു. നിങ്ങളതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ മണപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ ചിലരത് പൈസ കിട്ടുമ്പോൾ കണ്ണിൽ വെക്കും. നിങ്ങളങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഈ പൈസ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തതിൽ. ഇനി ഞാൻ 3, 2, 1 പറയുമ്പോഴത്തേക്ക് ഈ ഇമേജ് പതിയെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. 3, 2, 1. ഇനി നിങ്ങളിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പതിയെ നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും അനക്കുക. അത് കഴിഞ്ഞ് പതിയെ നിങ്ങളുടെ കൈകൾ, കാലുകൾ, തല ഒന്ന് അനക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബാക്കിയുള്ള ബോഡി ഭാഗങ്ങൾ, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒന്ന്, അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിലും നിങ്ങളുടെ ശരീരം ഒന്ന് മൊത്തത്തിൽ അനക്കുക. അതിനുശേഷം നിങ്ങൾ പതിയെ, ഞാൻ 3, 2, 1 പറയുമ്പോഴത്തേക്ക് പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. 3, 2, 1. പതിയെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾ ഈ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഇനി നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് 48 അവേഴ്സിനുള്ളിലാണ് നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾ വിഷ്വലി കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, കാണുവാൻ സാധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഇമേജെങ്കിലും കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ലെവൽ 1 മാനിഫെസ്റ്റേഷനിലാണ്. അടുത്തതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി വൈബ്രേഷൻ ഉയർത്തേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെവൽ 2 ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ശബ്ദം അതിലേതെങ്കിലും ഒന്ന് ലഭിക്കുകയോ അല്ലെങ്കിൽ രണ്ടിൽ ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലെവൽ 2 മാനിഫെസ്റ്റേഷനിലാണ്. ലെവൽ 2 മാനിഫെസ്റ്റേഷനും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ കുറച്ച് താമസമെടുക്കും നിങ്ങൾക്കത് കിട്ടുവാനായിട്ട്. പക്ഷേ നിങ്ങൾക്കത് ഹീൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഉയർത്തുവാൻ കഴിയും. അടുത്തതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ലെവൽ 3 മാനിഫെസ്റ്റേഷനിലാണ്.
അടുത്തതായി നിങ്ങൾ ആഗ്രഹിച്ച മണി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ലെവൽ 4 മാനിഫെസ്റ്റേഷനാണ്. അതായത് ലെവൽ 4 എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഹയർ വൈബ്രേഷനിലുള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെയധികം വലുതായിരിക്കും. നിങ്ങൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3യിലാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുവാനായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ലെവൽ റീച്ച് ചെയ്യുവാനായിട്ടും നിങ്ങൾക്ക് ഹീലിംഗ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ മനസ്സിലുള്ള ബ്ലോക്കുകളാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്താതെ ഇരിക്കുന്നതിന് കാരണക്കാരൻ. അതായത് ഈ ഓരോ ബ്ലോക്കുകൾ നമ്മളത് ഹീല് ചെയ്യാത്തിടത്തോളം കാലം അത് നമ്മളെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല. അത് നമ്മളെപ്പോഴും പിന്നിലേക്ക് വലിക്കും. നിങ്ങൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഒരു പരിധിയിലപ്പുറം നിങ്ങൾക്ക് ഉയരാൻ സാധിക്കാത്തതിൻ്റെ കാരണം അതാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്താലും അത് വർക്ക് ചെയ്യില്ല എന്നതാണ് സത്യം. ഇതിന് ഒരൊറ്റ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കുകളെ ഹീല് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള മൈൻഡ് പവർ ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താനും നിങ്ങളുടെ എനർജിയും ഫോക്കസും കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പവറിനെ അതായത് നിങ്ങളുടെ മൈൻഡ് പവർ അറിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹീലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടുവാനുള്ള അനുകൂല സാഹചര്യങ്ങളും അതൊക്കെ നേടിത്തരുവാൻ വേണ്ടിയിട്ടുള്ള അപൂർവ അവസരങ്ങളും അതിന് സഹായിക്കുന്ന മഹത് വ്യക്തികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടും. ഈ 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് ആദ്യം എനിക്കറിയേണ്ടത്. നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം വളരെയധികം പെർഫെക്റ്റാണ്. നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന കോഴ്സിലോ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന കോഴ്സിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിലേക്ക് മെസ്സേജ് അയക്കാം. ഈ കോഴ്സുകൾ വഴി 1 മാസത്തെ ട്രെയിനിങ്ങും വർക്കൗട്ടുകളും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള മെൻ്റൽ സപ്പോർട്ടും ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഫോളോ അപ്പുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.